നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ലൈവ് വോയിസ് ഇട്ടതാണ്. പക്ഷേ ഈ ചലപ്പറകളെല്ലാം കൂടി ഭയങ്കര ബഹളം വന്നേ. അത് കേട്ടിട്ട് തന്നെ എനിക്കൊരു രസവും തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നെട്ടയത്താണുള്ളത്. ചുമ്മാ വന്നത്. ഇന്ന് സൺഡേ ആണ്. ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ചീമ സുഖമായിട്ടിരിക്കുന്നു. ചീമയ്ക്ക് ഈ ആഴ്ചയാണ്, അതായത് നെക്സ്റ്റ് സൺഡേ ആണ് ചീമയ്ക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ അഡ്മിറ്റ് ആവാനായിട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ചെല്ലാൻ പറയും. അതായത് എന്തെങ്കിലും വയറുവേദനയോ അങ്ങനെ വാട്ടർ ബ്രേക്കേജോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ. അല്ലാതെ വേറെ ചീമയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചീമയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഡെലിവറി പെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വന്നാൽ അമ്മയുടെ കിച്ചണിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചാലേ പറ്റത്തുള്ളൂ. ചാള ഫ്രൈ, അത് നല്ല മുരിങ്ങ ഫ്രൈ ഒരു സൈഡിൽ, മുരിയാത്ത ഫ്രൈ ഒരു സൈഡിൽ, ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇന്നലത്തെ ഉണക്കമീൻ കറി കാണിച്ചായിരുന്നു. പിന്നെ രസമുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് കേട്ടോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം കാണും. പിന്നെ പഴങ്കഞ്ഞിയുണ്ട്, ഇന്നലത്തെ അവിയലുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ട് വേദയെ വിളിയോട് വിളി, വാ വേദ വേദ വാ. വേദയ്ക്ക് പിന്നെ ചിക്കൻ അല്ലാതെ വേറൊരു സാധനവും വേണ്ടല്ലോ. പക്ഷേ ഇന്നലെ പിന്നെ ഞാൻ വന്നില്ല കേട്ടോ. അങ്ങ് മടിച്ചൊന്നും വരത്തില്ലായിരുന്നു. പിന്നെ വേദ ചിക്കൻ എന്നൊക്കെ കേട്ടപ്പോഴേ വിഷമിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞാൻ കരുതി വരാം. നമ്മുടെ അവിടെ അങ്ങനെ വാങ്ങാത്തത് മിക്കവാറും ഇവിടെയാണല്ലോ. ഇവിടെ വരുമ്പോൾ എപ്പോഴും ചിക്കൻ കാണും. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ അവിടെ അങ്ങനെ ചിക്കൻ വാങ്ങാത്തത്. പിന്നെ അമ്മയ്ക്ക് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇടിച്ചക്ക അതിനെ എന്തൊക്കെയോ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇടിച്ചക്ക പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ മിക്സ് കാണിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെയാണ് അമ്മയുടെ കിച്ചണിലുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ദോശയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ്. അതെല്ലാം കഴിച്ചിട്ട് അമ്മയുടെ ഒരു ആന നൈറ്റി എടുത്ത് അങ്ങ് ഇട്ടേക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ ഇവിടെ അമ്മയ്ക്കും അച്ഛനും ചീമയ്ക്കൊക്കെ ദേഷ്യം വരും. ചീമയെ ചിലപ്പോഴൊക്കെ ഇത് ഇട്ടുകൊണ്ട് നടക്കും. പക്ഷേ ഇന്ന് കേട്ടോണ്ടാണ് ഇപ്പോൾ ഇതെന്തോന്ന് വേഷം നൂരി ഇട്ടിട്ട് വേറെ നല്ല നിനക്കുള്ളതെല്ലാം ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വേദ മുകളിലോട്ട് പോകുന്നുണ്ടോ? എൻ്റെ ഡ്രസ്സുകളെല്ലാം മുകളിലല്ലേ ഇരിക്കുന്നത്. വേദ മുകളിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേദ പോകുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ അമ്മയുടെ നൈറ്റി തന്നെ എടുത്തിട്ടു. അവസാനം വേദ മുകളിലോട്ട് പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു എൻ്റെ എവിടെയോ കിടന്നൊരു പഴയ നൈറ്റി എടുത്തുകൊണ്ട് വേദ വന്നു കേട്ടോ. അതിലും വേദ ഇതാണെന്ന് കരുതിയിട്ട് ഇതങ്ങനെ ഇട്ടു. അപ്പോൾ വേദയ്ക്ക് ഞാൻ ഇന്നലെ നമ്മൾ വീഡിയോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കണം കണ്ടു കേട്ടോ. അപ്പോഴും വേദയ്ക്ക് അവൽ മിൽക്ക് വേണം. അങ്ങനെ അവൽ മിൽക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഓൾറെഡി അവൽ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ പാലും കപ്പലണ്ടിയും മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പഴവും വീട്ടിലുണ്ടായിരുന്നു. പഴം എൻ്റെ അവിടെ മെനിങ്ങാന്നെന്തോ വാങ്ങിയ രസകഥലി ഞാനതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് അഴുകിപ്പോയില്ല. കറുത്തിരിക്കായിരുന്നു, ചീത്തയായിപ്പോയില്ല. അപ്പം നമ്മുടെ ഈ അവൽ മിൽക്കിന് നല്ല പഴുത്ത പഴമാണ് വേണ്ടത്. അതിന് ഈ പാളയംതോടൻ പഴമോ മറ്റേ മൈസൂർ പൂവൻ പഴമോ അങ്ങനെയൊക്കെയുള്ള സാധനമാണ് വേണ്ടത്. രസകദളി അങ്ങനെ ആരും ഇടാറില്ല. പക്ഷേ രസകദളി പഴം നല്ല പഴുത്തിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് ഇട്ടേക്കാന്ന് കരുതി അതുകൂടി എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഈ നെട്ടയം വീട്ടിൽ എപ്പോൾ നോക്കിയാലും ഒരു ക്ഷാമവും ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് പഴമാണ് കേട്ടോ. ആ വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ കാണുമെന്നുള്ളത്. പക്ഷേ ഞാൻ എങ്കിലും വീട്ടിലും പഴുത്തങ്ങനെ ഇരുന്നത് കൊണ്ട് അതും കൂടി എടുത്തിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് പഴുക്കാത്ത പഴമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് വേദയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആത്മാർത്ഥതയില്ലാതെ കുറച്ച് വീഡിയോ എടുത്ത് തന്നേക്കുന്നത്. ഒരു ക്ലാരിറ്റി ഇല്ല, ഒന്നുമില്ലാതെ എടുത്ത് തന്നു കേട്ടോ. സോറി, ക്ഷമിക്കുക. അപ്പോൾ ആവശ്യമായിട്ടുള്ള അവലെടുക്കുക, ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, പിന്നെ അതിനെ വറുത്തെടുക്കുക. പിന്നെ സെപ്പറേറ്റ് ആണ് കപ്പലണ്ടിയും കൂടി ഒന്ന് വറുത്തെടുക്കുക. കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട് അവലും കപ്പലണ്ടിയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുക്കുക കേട്ടോ. നോക്കി ഒരു ക്ലാരിറ്റി ഇല്ലാതെ കുറച്ച് വീഡിയോ എടുത്ത് തന്നു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോഴാട്ടോ കണ്ടത്. അത് പോട്ടെ അല്ലേ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഒക്കെ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും. എനിക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അവൽ വറുത്തിട്ടാണ് അവൽ മിൽക്ക് ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റ് 5 മിനിറ്റ് ഒന്ന് വറുക്കുക. അപ്പോൾ അതൊന്ന് നല്ല മുരിങ്ങ കരിമുരേ വരും കേട്ടോ ഈ അവൽ. അതാണ് അതിൻ്റെ പരുവമെന്ന് പറയുന്നത്. അവൽ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആണ് കപ്പലണ്ടിയും കാഷ്നട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വറുക്കുകയാണ്. ഒരുമിച്ചിട്ട് വറുത്തു എന്ന് പറഞ്ഞിട്ടും കുഴപ്പമില്ല. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് കപ്പലണ്ടി മൂക്കുന്നത് നിങ്ങൾ നോക്കണ്ട. അവൽ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ഇട്ട് ജസ്റ്റ് നമ്മൾ വറുക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. ഈ ചുമന്ന അവലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നൈസായിട്ടുള്ള ചുമന്ന അവലില്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് അവൽ നനച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അവൽ വിളയിക്കണ ഒരു സംഭവം ഇല്ലേ, അതെനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് അവൽ ഈ നനയ്ക്കുന്നതും അവൽ മിൽക്കും നമ്മൾ പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വറുത്തുണ്ടാക്കണം എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. വേദയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇളക്കാനും പിടിക്കാനും ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഇളക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇളക്കാൻ വേണ്ടി 2 സെക്കൻഡ് കൊടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ച് വാങ്ങി കേട്ടോ. കാരണം അതിനൊരു പരുവം കണക്കൊക്കെ ഉണ്ട്. അത് വേറെ ഇളക്കിക്കൊണ്ടിരുന്നാലും നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. ഞാൻ ഡിമാൻഡൊക്കെ വെച്ചു, അവൽ മിൽക്ക് വേണമെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് തരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിട്ട് വീഡിയോ എടുത്ത് തരുന്നത്. പക്ഷേ ഇത്രയും ആത്മാർത്ഥതയില്ലാതെ എടുത്ത് തരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവൽ മുരിങ്ങോന്ന് നോക്കിയപ്പോൾ മുരിങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് തണുക്കണം കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. പഴം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ അവൽ മിൽക്ക് നല്ല തണുപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന ശേഷം ആ പഴത്തിനെടുത്ത് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ അതെല്ലാം അതിൻ്റെ തോടെല്ലാം പൊളിക്കാൻ വലിയ പാടാട്ടോ. എനിക്ക് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതിനെ പറയാൻ തൊലി കളയാൻ വലിയ പാടാണെന്ന്. പക്ഷേ നമ്മൾ തൊലി എന്നൊക്കെ പറയുന്ന ചില സ്ഥലത്ത് അത് തെറിയാണെന്നൊക്കെ പണ്ട് ഞാൻ ഈ ഉള്ളി തൊലി കളയട്ടെ എന്നൊക്കെ തൊലിക്കട്ടെ എന്ന് പറയുന്നത് തെറിയാണെന്നൊക്കെ പറഞ്ഞ് കമൻസൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ തോട് പൊളിക്കൽ എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ അവിടെ ഇതിനെ തൊലി പൊളിച്ച് കളയണം എന്നേ പറയത്തുള്ളൂ കേട്ടോ. അതിങ്ങനെ തൊലി പൊളിക്കാനായിട്ട് പാടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ പൊളിക്കാനൊക്കെ നിന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ തന്നു. ഇനി ഇതിനെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിലൊന്നിട്ട് അങ്ങനെ പേസ്റ്റ് ആക്കണ്ട, ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കുക, നല്ലപോലെ ഉടച്ചെടുക്കുക. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ സാധാരണ ഈ രസകദളി പഴത്തിൽ ഉണ്ടാക്കത്തില്ലെന്നാണ് തോന്നുന്നത് ഈ പാളയംതോടൻ പഴം. ഇത് ട്രിവാൻഡ്രത്ത് പാളയംതോടൻ എന്ന് പറയും, മറ്റുള്ള സ്ഥലത്ത് എന്താണെന്ന് അറിയില്ല. അതാണോ മൈസൂർ പൂവൻ എന്ന് പറയുന്നത് അതാണോ എന്ന് എനിക്കറിയില്ല. ആ പഴം നന്നായിട്ട് പഴുത്തതാണ് സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പഴുത്ത പഴം ഇരുന്നത് കൊണ്ടാണ് രസകദളി പഴത്തിൽ ഉണ്ടാക്കുന്നത്. രസകദളി പഴം എന്ന് പറയുന്നത് ഞാലിപ്പൂവൻ പഴമാണോ അതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ഓരോ സ്ഥലത്തും ഓരോ ഇതല്ലേ. നമ്മുടെ നാട്ടിൽ കപ്പപ്പഴം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ചുമന്ന പഴം. ഞാൻ എന്തോ ഒരു വീഡിയോയിൽ കപ്പപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതെന്താ സാധനം എന്ന് ചോദിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ട്രിവാൻഡ്രം വിട്ട് പോകുമ്പോൾ ഈ കോട്ടയം ആ സൈഡിലൊക്കെ ചെന്നാൽ ഈ കപ്പപ്പഴം കാണാനില്ല കേട്ടോ. അങ്ങനെ ഒരു പഴം അവിടെ ഇല്ല. കപ്പപ്പഴം എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തുമില്ല. ചുവന്ന കളർ പഴമാണ് കപ്പപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. കോട്ടയത്തുണ്ടെന്ന് തോന്നുന്നു. എന്തോ കുറച്ചുകൂടെ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ കപ്പപ്പഴം എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. അതാണ് ഓരോ സ്ഥലത്തും ഓരോ രീതി. പക്ഷേ ഈ രസകദളിയും പാളയത്തോടനൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്ത് ചെയ്യുക, നന്നായിട്ട് മാഷ് ചെയ്ത പഴത്തിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. നല്ല ചിൽഡ് പാലൊഴിക്കുക. നന്നായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. പഴവും പാലും കൂടി മിക്സ് ചെയ്യുക. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു, കാരണം പാല് നല്ല ചില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പാല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മാതള ഇരുന്നത് കൊണ്ട് കുറച്ച് മാതള മാത്രം ഇടുകയാണ്. ആപ്പിളോ ഒക്കെ ഉണ്ടെങ്കിൽ, പഴം ഇനി ഇടണ്ട, ആപ്പിളും ഇടാം, പൊമഗ്രാനറ്റും ഇടാം. വേറെ എന്തിടും, വേറെ ഒന്നും ഇടണ്ട, ഇത് രണ്ടും മാത്രം ഇട്ടാൽ മതി. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ. എല്ലാം കൂടി ഇട്ട് ഓവറാക്കി ചളവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഷുഗറും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നൊയമ്പ് സമയമൊക്കെ അല്ലേ. അപ്പം നൊയമ്പ് പിടിക്കുന്നവർക്ക് ഇതുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ശ്രീകുട്ടിയുടെ അവൽ മിൽക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒക്കെ അറിയാം. പിന്നെ എന്നെപ്പോലെ എനിക്കറിയില്ലായിരുന്നല്ലോ. എനിക്ക് അറിയാമെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴല്ലേ ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ എന്നെപ്പോലെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സ്വാദുണ്ടായിരുന്നു ഞാനത് ഉണ്ടാക്കിയിട്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, നല്ലതായിരുന്നു. ഇതിപ്പോൾ ഇത്രയും ഫുൾ വോയിസ് ഓവർ ചെയ്തിട്ട് എൻ്റെ കൈ തട്ടി ഫുൾ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. ഇപ്പോൾ ഒന്നിന്ന് വീണ്ടും ഇവിടെ മുതൽ ഞാൻ ചെയ്യുകയാണ്. ഫുള്ളല്ല, ഇവിടെ മുതലുള്ള വോയിസ് ഓവർ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. വീണ്ടും ഫുൾ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ചിലപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാം, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് അമ്മയെ കഴിഞ്ഞ ദിവസം ആരോ ഗീവ് അവേ കൊടുക്കുകയും ചോദിച്ചു. അപ്പം ഞങ്ങൾ പറയുകയാണ് ഗീവ് അവേ തരും, ധൈര്യമായിട്ട് എടുത്തോളൂ. പക്ഷേ ഗീവ് അവേ കൊടുക്കുന്ന സാധനം റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മയെ കളിയാക്കിക്കൊണ്ട് കേട്ടോ. ശരി, നമുക്ക് അവൽ മിൽക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വേദയ്ക്ക് കുറച്ചുകൂടെ തണുത്തിട്ട് മതി. ഈ ഒരു മിക്സ് അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ആവശ്യമുള്ളപ്പം മാത്രമാണ് അവലൊക്കെ മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അല്ലാതെ അവൽ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചാൽ കുഴങ്ങി സോഫ്റ്റായിട്ട് അത് ഒരു കാശിന് കൊള്ളത്തില്ല. ഞാനൊക്കെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിലെല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആവശ്യാനുസരണം എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ അവലൊക്കെ അങ്ങ് കുഴങ്ങി വല്ലാത്തൊരു ടേസ്റ്റ് ആവും. പിന്നെ ഈ മോസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവൽ മിൽക്കിൻ്റെയൊക്കെ ഷോപ്പ് വന്ന ശേഷം അവിടെ പോയി കഴിക്കുമ്പോഴൊക്കെ അവൽ മിൽക്ക് എന്താ ടേസ്റ്റ് എന്നറിയോ. ശരിക്കും ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റിൽ കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം. അല്ലാതെ എനിക്ക് അവൽ മിൽക്ക് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുമായിരുന്നേ. ഇപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കിട്ടി, അങ്ങനെ ഞാൻ ഉണ്ടാക്കുകയാണ്. റെസിപ്പി വേറെ ഒന്നുമല്ല, ഈ അവൽ നന്നായിട്ട് വറുക്കുക, ക്രിസ്പിനെസ് വരുന്നത് വരെ വറുക്കുക. അത് കഴിഞ്ഞ് കഴിക്കാൻ സമയം മാത്രം ഈ അവലും പാലും കൂടി മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ടിപ്പെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും
അതൊക്കെ ഓപ്ഷണലാണ്. ഇത്രയും 3 സാധനങ്ങൾ മാത്രം മതി. ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ മാതളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മാതളം മാത്രം ഇടുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, കുറച്ച് അവൽ വറുത്തത് ഇടുക, അതിലേക്ക് ഈ പാലും പഴവും പഞ്ചസാരയും മിക്സ് ഇടുക, അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇടുക. നട്ട്സ് മസ്റ്റായിട്ട് ഇടുക കേട്ടോ. എന്തെങ്കിലും കപ്പലണ്ടി മതി, കാഷ്നട്ട് ബദാം അതൊന്നും ഇടണമെന്നില്ല. അതൊക്കെ ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. കപ്പലണ്ടി മസ്റ്റായിട്ട് ഇടുക. കപ്പലണ്ടി, അവൽ, പാല്, പഴം, പഞ്ചസാര, ഇത് ഇത്രയും നിർബന്ധമായിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സും കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇടുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പം തന്നെ കഴിക്കുക. അത് വെച്ചിരുന്നാൽ അവലെല്ലാം കൂടി സോഫ്റ്റായി കൊള്ളത്തില്ല. പിന്നെ പാളയംതോടൻ പഴത്തിലേ ഉണ്ടാക്കത്തുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഈ രസകദളി പഴത്തിലുണ്ടാക്കിയിട്ട് അസാധ്യ സ്വാദായിരുന്നു. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഫ്രിഡ്ജിൽ വാനില ഐസ്ക്രീം ഇരിക്കുമായിരുന്നു. പിന്നെ അതുകൂടി ഇട്ടു. ഐസ്ക്രീം കൊണ്ടിട്ടപ്പോൾ ഒന്നുകൂടെ യമ്മി ടേസ്റ്റി ആയി കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഇട്ടാലും നല്ലതാട്ടോ. പക്ഷേ വാനില ഐസ്ക്രീം തന്നെ ഇടുക, മറ്റേ ചോക്ലേറ്റ് ഒന്നും ഇടരുത് കേട്ടോ. എനിക്ക് ആ ടേസ്റ്റ് അങ്ങ് മാറും. വാനില ഐസ്ക്രീം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കുക. യമ്മി യമ്മി ടേസ്റ്റി. സോ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ്. ആപ്പിളൊക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നാനെ. വേറെ ഇനി പഴമൊന്നും അഡീഷണൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. ആപ്പിൾ ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നാനെ. പക്ഷേ ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഐസ്ക്രീം ഇട്ടപ്പോൾ കുറച്ചുകൂടെ എനിക്കത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അങ്ങനെ പാലും പഴവും അവലും കപ്പലണ്ടി ഉണ്ടെങ്കിൽ അവൽ മിൽക്ക് റെഡി, പഞ്ചസാരയും. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമല്ല, വേണ്ടാന്ന് പറഞ്ഞു. അച്ഛൻ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്ന് തള്ളിയെങ്കിലും പിന്നെ എടുക്കാൻ പറഞ്ഞു. അയ്യോ ഷുഗർ അല്ലേ, പഞ്ചസാര ഇട്ടല്ലേ, എനിക്കെങ്ങും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ എന്ത് ചെയ്യാണ്, വേണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ എപ്പോഴത്തെ സ്വഭാവം അതാണ്, ആദ്യം വേണ്ടാന്ന് പറയും, പിന്നെ വേണമെന്ന് പറയും കേട്ടോ. ഈ അച്ഛൻ ലഡു, ഫെറേറോ, പിന്നെ കിൻഡർ ജോയ് ഇതൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങ് വാങ്ങിച്ച് എത്ര എണ്ണം വേണോ ആസ്വദിച്ച് കഴിക്കും. ചായയിലും ഇതുപോലുള്ള എന്തെങ്കിലും സാധനം ഇഷ്ടമല്ലാത്തതൊക്കെ മധുരം കൊടുത്താൽ അയ്യോ ഷുഗർ ഞാൻ കഴിക്കത്തില്ല, എനിക്ക് വേണ്ടാന്ന് പറയും. അതാണ് അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുപോലെ അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു, ചീമയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു. മേ ബി ചീമ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കി കൊടുത്തത് പോലത്തതായിരിക്കും ചീമ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണോ അവൽ മിൽക്ക് വേണ്ടാന്ന് പറഞ്ഞതെന്നറിയില്ല. പക്ഷേ അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കാമെങ്കിൽ അവൽ മിൽക്ക് വാസ് വാവ് ആണ്. അത് കഴിഞ്ഞ് കുറേ സമയം വേദ തണുപ്പിക്കാനൊക്കെ വച്ചിട്ടാണ് വേദ കഴിക്കുന്നത്. വേദയും കഴിക്കാൻ സമയമാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചത് കേട്ടോ. വേദയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ദേ അമ്മയിട്ട് ഞങ്ങൾ വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം എന്നല്ല, ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ നമുക്ക് അമ്മയിട്ട് കളിപ്പിക്കാനായിട്ട്. അങ്ങനെ വട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ എല്ലാം നിർത്തലാക്കി. എന്നിട്ട് ഇതേ അകത്ത് കിച്ചണിൽ പോയി അടുത്ത സാധനം അമ്മ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇടിച്ചക്ക പക്കോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടിച്ചക്ക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞൻ ചക്കയില്ലേ, വലിയ ചക്ക ആവുന്നതിന് മുന്നേ ഉള്ള കുഞ്ഞൻ ചക്ക, അതാണ് ഇടിച്ചക്ക. അതിനെ എന്തൊക്കെയോ പേസ്റ്റാക്കി സവോള, മസാല, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ ഏതാണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് കോരാണ്. കൊള്ളാവോന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു വെറൈറ്റി സാധനമായിരുന്നു. എങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധനമൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. കഴിച്ചില്ലേന്ന് ചോദിച്ചാൽ കഴിക്കുകയൊക്കെ ചെയ്തു, നന്നായിട്ട് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം തിരുമല ചെന്ന് നിന്ന് ഭയങ്കര ഡയറ്റായിരിക്കും. 3ാമത്തെ ദിവസം ഇവിടെ വന്ന് ആ ഡയറ്റിനുള്ള ക്ഷീണം എല്ലാം തീർക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടുന്നപ്പോഴേക്കും സച്ചിൻ വന്ന് ചീമയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. തീർന്ന് 2 ദിവസം കൂടി തന്നെ, 2 ദിവസമല്ല ഈ ഒരാഴ്ചയും കൂടി തന്നെ ചീമയുടെ മസാജിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ചീമയ്ക്ക് ചെയ്ത് കൊടുക്കും. ചീമ തല മസാജ് ചെയ്ത് തരൂ, അമ്മയും വേദയും എല്ലാവരും കൈ മസാജ് ചെയ്ത് തരൂ, കാല് മസാജ് ചെയ്ത് തരൂ. ഒന്നുമില്ലെങ്കിലും അവൾ പറഞ്ഞില്ലെങ്കിലും എല്ലാവരും ഒക്കെ മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരാഴ്ചയോടെ തന്നെ തീർന്ന്. അതുകൊണ്ട് ഈ കിട്ടുന്ന അവസരം നീ നന്നായിട്ട് മുതലാക്കിക്കോ. അങ്ങനെ എല്ലാവരും മാറി തിരിഞ്ഞ് ചീമയെ മസാജിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചീമയ്ക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ബാക്ക് പെയിനും ഒക്കെ അവർക്ക് ഉണ്ട്. പക്ഷേ എന്താ, അത് അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇനി ഒരാഴ്ച കൂടി തന്നല്ലോ. അപ്പോൾ ബേബി ഇങ്ങ് വരട്ടെ, നമ്മളും വെയിറ്റിംഗ്. നമ്മൾ ഇപ്പോൾ ഇത്രയും പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴേ ബേബിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ബേബി വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയും കറക്റ്റ് ഡേറ്റ് വരെ പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് മുന്നേ എന്തായാലും ഉണ്ടാവുമെന്ന് കരുതി. ഞാനൊക്കെ ആ ഡേറ്റ് പറഞ്ഞതിനും കുറേ ദിവസം മുന്നേ തന്നെ പ്രസവിച്ചു കേട്ടോ. അപ്പോൾ ചീമ അങ്ങനെ ആയിരിക്കും പ്രതീക്ഷ. പക്ഷേ ചീമ ഡേറ്റ് വരെ പോവുകയാണ്. എന്തായാലും അത് നല്ലൊരു ഹെൽത്തി ബേബി വരട്ടെ. അല്ലേ, വെയിറ്റിംഗ് ഭയങ്കര വെയിറ്റിംഗ്. എന്നിട്ട് അതുകൊണ്ടായപ്പം ബേബി വരാൻ നീയൊക്കെ അങ്ങനെ ഇപ്പോൾ എന്നെ കാണണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതാവും കേട്ടോ. ഇത് വേറെ അച്ഛനും കൂടിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചെടിച്ചട്ടിക്ക് അടിയിലൊരു ട്രേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പം ആ ട്രേയിൽ വെള്ളം ഇങ്ങനെ നിറങ്ങി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇതുപോലെ സക്ക് ചെയ്ത് എന്തൊക്കെയോ ഓസൊക്കെ ഇട്ട് പരിപാടി ചെയ്ത് ആ വെള്ളത്തിന് അങ്ങ് കളയും കേട്ടോ. ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ ഈ കൊതുകൊക്കെ വന്ന്
കുഞ്ഞൊക്കെ ആയിട്ട് ഇരിക്കത്തില്ല. അങ്ങനെ വേസ്റ്റ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളയും. അതെപ്പോഴും ഉള്ളൊരു പരിപാടിയാണ്. അങ്ങനെ എന്തോ ഓസൊക്കെ ഇട്ട് അച്ചിയും മോളും കൂടെ ചെയ്യാണ്. വേദയ്ക്ക് മാത്സ് എക്സാം ആട്ടോ. ഇതിൻ്റെ ടെൻഷനിലാണ്. രാവിലെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വന്നിരുന്ന് പഠിക്കും, ഇടയ്ക്ക് കളിക്കും, ഇറങ്ങും, പഠിക്കും. 24 hours അങ്ങനെ പഠിച്ചാലും തലയിൽ കയറില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് പഠിക്കും, ഓരോ ചാപ്റ്റർ കഴിയും, പിന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ്, വീണ്ടും പഠിക്കും, ഒരു അരമണിക്കൂർ റെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാട്ടോ. വേദയെക്കാട്ടി ടെൻഷൻ എനിക്കാണ്. മാത്സ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. 100-ൽ 90% ആൾക്കാരോട് ചോദിച്ചാലും മാത്സ് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ 2 വിരലെടുത്ത് വെച്ചിട്ട് നോക്കണം, 2 എന്നുള്ളത് പറയണം. അതുകൊണ്ട് വേദയെ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ അവളുടെ സ്റ്റഡീസ് ഒന്നും നോക്കാറില്ല. മാത്സിനും ഇംഗ്ലീഷിനും സയൻസിനും ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിനാട്ടോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 3 സബ്ജക്റ്റിനും ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുന്നുണ്ട്. ബാക്കി അവൾ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത്. പഠിച്ചിട്ട് ഞാനത് തിരിഞ്ഞു പോലും ഈ വർഷം ഈ 7th സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. അതുവരെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ എക്സാം റിസൾട്ട് വരുമ്പോൾ അറിയാം വേദ തനിയെ പഠിച്ചതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത്. ചീമതെ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സച്ചിൻ്റെ വീട്ടിൽ നിന്ന് അങ്കിളും ആൻറ്റിയും സച്ചിൻ്റെ ബ്രദറും വൈഫും ഒക്കെ വരുമെന്ന് പറഞ്ഞു ചീമയെ കാണാനായിട്ട്. ഇനി അടുത്തവർ വരുമ്പോൾ ബേബി ഉണ്ടാവുമായിരിക്കും അല്ലേ. അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേദത്തെ പഠിച്ച് തളർന്ന് വന്നൊക്കെ ഇരിക്കുകയാണ്. ഈ എക്സാം ഇനി മാത്സും സയൻസും മാത്രമേ ഉള്ളൂ. രണ്ടും കൂടി കഴിഞ്ഞാൽ വേദയും രക്ഷപ്പെട്ടു, ഞങ്ങളും രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ബേബി വന്നാൽ വേദ പ്രാർത്ഥനയായിട്ട് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വന്നാൽ മതി, എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ വേദയ്ക്ക് കളിക്കാമല്ലോ. അതുകൊണ്ട് കളിക്കാനുള്ളൊരിതാവില്ലെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് ഒന്ന് കുഞ്ചിക്കാനും ഒക്കെ വേദയ്ക്കൊരു കൂട്ടാവുമല്ലോ. അതിൻ്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലാണ് വേദയും എല്ലാവരും വെയിറ്റിംഗ് ആണോ. അപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴേക്കും എന്തേ അങ്കിളും ആൻറ്റിയും അവരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം അവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവരങ്ങ് പോയി. നമ്മളും ദേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.